കാസർഗോഡ് മഞ്ചേശ്വരത്ത് മകൻ അമ്മയെ ചുട്ടുകൊന്നു. വോർക്കാടി നല്ലങ്ങി സ്വദേശി ഫിൽഡയാണ് കൊല്ലപ്പെട്ടത്. ഒളിവിൽ പോയ മകൻ മെൽവിനെ കർണാടകയിലെ കുന്താപുരയിൽ നിന്ന് പോലീസ് പിടികൂടി. അയൽവാസിയായ ലൊലീറ്റയ്ക്കും മെൽവിന്റെ ആക്രമണത്തിൽ പൊള്ളലേറ്റു. ഇന്ന് പുലർച്ചെയാണ് അയൽവാസിയായ ലൊലീറ്റയുടെ വീട്ടിലേക്ക് മെൽവിൻ എത്തുന്നത്. വീട്ടിലേക്ക് വരണമെന്നും അമ്മയ്ക്ക് തീരെ സുഖമില്ലെന്നും മെൽവിൻ ലൊലീറ്റയോട് പറഞ്ഞു. മെൽവിനൊപ്പം വീട്ടിലേക്ക് എത്തിയ ലൊലീറ്റയെ മെൽവിൻ തീ കൊളുത്തിയതോടെയാണ് ഞെട്ടിക്കുന്ന കൊലപാതക വിവരങ്ങൾ പുറം ലോകമറിഞ്ഞത്. ലൊലീറ്റയെ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നതിന് മുൻപ് തന്നെ മെൽവിൻ സ്വന്തം അമ്മയെ തീ കൊളുത്തി കൊന്നിരുന്നു. 60 വയസ്സായ ഫിൽഡ പുലർച്ചെ ഉറങ്ങുമ്പോഴാണ് മകന്റെ ക്രൂരത. മുറിയിലെത്തിയ മെൽവിൻ കട്ടിലിൽ വെച്ചു തന്നെ ഫിൽഡയെ തീ കൊളുത്തി. മകന്റെ ക്രൂരത ഫിൽഡ തിരിച്ചറിയും മുൻപേ തീ ആളിപ്പടർന്നു. ഫിൽഡ മരിച്ചെന്ന് ഉറപ്പാക്കിയ ശേഷമാണ് മെൽവിൻ അയൽവാസിയായ ലൊലീറ്റയെ തേടിപ്പോയത്. ഫിൽഡയും മെൽവിനും മാത്രമാണ് വീട്ടിൽ താമസം. ഫിൽഡയുടെ മറ്റൊരു മകനായ ആൽവിൻ മൊണ്ടേറോ കുവൈറ്റിലാണ് ജോലി ചെയ്യുന്നത്. അമ്മയ്ക്ക് സുഖമില്ല, ഒന്ന് വരണമെന്ന് പറഞ്ഞ് ഇവനെ അവരെ കൂട്ടി വന്നിട്ട് വീട്ടിൻ്റെ അകത്ത് കയറിയ പാട് ലോക്കിട്ട് അവരെ മർദ്ദിക്കുകയും അവർക്ക് തീ കൊളുത്തുകയും ചെയ്തായിരിക്കും ബന്ധുവിന്. അപ്പോൾ ഉടനെ അവർ ഓടി രക്ഷപ്പെട്ടത് ഇവരെ തൊട്ടടുത്ത വീട്ടിലാണ്. രാത്രി കുറേ ഓടിയ ശേഷം പുലർച്ചെ 5 മണിയാകുമ്പോഴാണ് തൊട്ടടുത്ത ഇവരെ വീട്ടിലേക്ക് അവർ വന്നിട്ട് അവർ ഇങ്ങനെ സംഭവം പറഞ്ഞു. അവർ വീട്ടുകാരെല്ലാം ഇവിടെ വന്നുമ്പോൾ ഈ പയ്യനെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, പ്രതി ഇവിടെ ഉണ്ടായിരുന്നു. ലൊലീറ്റയെ തീ കൊളുത്തിയ ശേഷം മെൽവിൻ ഓട്ടോറിക്ഷയിലാണ് രക്ഷപ്പെട്ടത്. മംഗലാപുരത്തേക്ക് പ്രതി കടന്നുവന്ന നിർണായക വിവരം പോലീസിന് ലഭിച്ചത് രക്ഷപ്പെടാൻ ഉപയോഗിച്ച ഓട്ടോറിക്ഷയുടെ ഡ്രൈവറിൽ നിന്നാണ്. രാവിലെ 6:30 മണിക്ക് മജുർപ്പള്ളി ജംഗ്ഷനിലേക്ക് വന്ന ആൾ നടന്നുകൊണ്ടെന്ന് ഞാൻ കണ്ടത്. ഒരു വസങ്കടിക്ക് വാടക എത്രയും ചോദിച്ച് ഞാൻ 150 രൂപ പറഞ്ഞ് വസങ്കടിക്ക് വിടുന്ന് പറഞ്ഞു. വസങ്കടിയിൽ അടുത്തവരൊന്നും സംസാരിച്ചിട്ടില്ല, ഞാനൊന്നും സംസാരിച്ചിട്ടില്ല. അവിടെ ഇറങ്ങുമ്പോൾ എവിടെ ഇറങ്ങുന്ന കഴിയുമ്പോൾ മംഗലാപുരം ബസ് സ്റ്റോപ്പിൽ ഇറക്കുമെന്ന് പറഞ്ഞ് വാടക വണ്ടിയിൽ ഇറക്കി എനിക്ക് പൈസ വന്ന് ഞാൻ തിരിച്ചു വന്നതാണ്. കാസർഗോഡ് SP വിജയ് ഭാരത് റെഡ്ഡി കൊലപാതകം നടന്ന വീട്ടിലെത്തി പരിശോധന നടത്തി. കൊലപാതകത്തിന് പിന്നിലെ കാരണം വ്യക്തമല്ലെന്ന് SP പറഞ്ഞു. ഈ ലേഡിനെ ഏകദേശം 1:30 മണിക്ക് വീട്ടിൽ വിളിപ്പിച്ചിട്ട് അമ്മക്ക് സുഖമില്ല എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ വിളിപ്പിച്ചിട്ട് അമ്മ കാണാതായ സമയത്ത് ഈ ലേഡി അമ്മനെ വിളിക്കുമ്പോൾ ഈ ലേഡിനെ മെൽവിൻ പറയുന്ന ആൾ അടിച്ചു കൊല്ലാൻ ശ്രമിച്ചു. പിന്നെ ഈ ലേഡി വീട്ടിൽ നിന്ന് ഇമ്മീഡിയറ്റ്ലി രക്ഷപ്പെട്ടു. കെട്ടിട നിർമ്മാണ തൊഴിലാളിയായ മെൽവിനെ മംഗലാപുരത്ത് നിന്നാണ് പോലീസ് പിടികൂടിയത്. പ്രതിയെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യും. ഫിൽഡയുമായും ലൊലീറ്റയുമായും മെൽവിന് പ്രശ്നങ്ങളുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. ന്യൂസ് മലയാളം, കാസർഗോഡ്.